ഫാദർ യൗനാൻ കീപ്പള്ളിൽ OIC 1908 ഒക്ടോബർ 3 പന്തളത്ത് കീപ്പള്ളിൽ കുടുംബത്തിൽ ഗീവർഗീസിൻ്റെയും ആച്ചിയമ്മയുടെയും മകനായി ജനിച്ചു. ജോൺ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 1927 ഫെബ്രുവരി 18 പെരുന്നാട് ബഥനി ആശ്രമത്തിൽ അർത്ഥിയായി ചേർന്നു. സന്യാസ പരിശീലന ശേഷം സാധു യൗനാൻ എന്ന പുതിയ നാമം സ്വീകരിച്ചുകൊണ്ട് 1930 ഓഗസ്റ്റ് 7 ആദ്യ വ്രതാനുഷ്ഠാനം നടത്തി. 1930 സെപ്റ്റംബർ 20 പുനരൈക്യത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛനും കത്തോലിക്ക സഭയിൽ ചേരുകയുണ്ടായി. 1936 ഏപ്രിൽ 25 മഹനീയമായ വൈദിക പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. വൈദിക അഭിഷേകാനന്തരം നാലാഞ്ചിറ, കോട്ടൂർ, കുടശ്ശനാട്, തിരുവല്ല, ചെങ്ങന്നൂർ, കാഞ്ഞിരംകുളം എന്നിവിടങ്ങളിൽ സുദീർഘമായി 41 വർഷം ബഹുവിധ പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ നേതൃത്വം നൽകുകയുണ്ടായി. അങ്ങനെ മഹനീയമായ ഒരു മിഷണറിയും പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രഘോഷകനുമായിരുന്നു യൗനാനച്ചൻ. തൻ്റെ അനാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് ഒരു പുരോഹിതനെടുത്ത എല്ലാ ധർമ്മങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുവാൻ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ഇന്നും ജനങ്ങളുടെ സ്മരണകളിൽ ബഹുമാനപ്പെട്ട യൗനാനച്ചൻ്റെ ഓർമ്മകൾ പച്ചപിടിച്ചു നിൽക്കുന്നു. സ്വന്തം ഇടവകയായ കുടശ്ശനാട് 1944 മുതൽ 1949 വരെ പ്രവർത്തിക്കുകയും സ്വന്തം കുടുംബാംഗങ്ങളെ കത്തോലിക്ക സഭയിലേക്ക് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ പ്രവർത്തനത്തിൻ്റെ സിംഹഭാഗവും വിജാതീയ മിഷനുകളിലായിരുന്നു. മരണത്തിന് മുൻപുള്ള 16 വർഷം കാഞ്ഞിരംകുളം മിഷനിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. സജീവമായ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പുറമെ അജ്ഞത, ദാരിദ്ര്യം, രോഗം എന്നിവയാൽ ബന്ധിതരായിരുന്ന പ്രസ്തുത ദേശവാസികളുടെ ഉന്നമനത്തിനായി അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു. അവിടെ ചെറിയ തോതിൽ ഒരു ഡിസ്പെൻസറി നടത്തിക്കൊണ്ട് ആതുര സേവന രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചു. ധാരാളം ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ വരുത്തി അവ വിതരണം ചെയ്ത് അനേകരെ ആധ്യാത്മിക പ്രബുദ്ധരാക്കുവാൻ യൗനാനച്ചൻ ശ്രമിച്ചിരുന്നു. അനേകം ഭക്തിഗാനങ്ങളും ലഘുഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബഹുവിധ സേവന രംഗങ്ങളിലൂടെ ബഹുമാനപ്പെട്ട യൗനാനച്ചൻ മലങ്കര സഭയെ ധന്യയാക്കി. അർത്ഥമോ ആരോഗ്യമോ അല്ല, ആത്മാർത്ഥതയാണ് സേവനത്തിൻ്റെ മുഖമുദ്രയെന്ന് നമുക്ക് കാണിച്ചു തന്നു. ക്യാൻസർ സംബന്ധമായ അസുഖം മൂലം 1977 മാർച്ച് 25 മാതാവിനോടുള്ള വചനപ്പ് പെരുന്നാളിൽ അച്ഛൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. മൃതശരീരം തിരുവല്ല ആശ്രമ സെമിത്തേരിയിൽ സംസ്കരിച്ചു.